വളരെ പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോടെ ദൈവത്തിൽ നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസിയെ പ്രാരംഭമായ ദൈവദിന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. I'd like to welcome sister to share the word of God. Hallelujah. ഞാൻ കർത്താവിന് വളരെ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ജീവനുള്ള സാക്ഷിയായി ജീവനുള്ള ദേശത്ത് കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ കുടുംബമായിട്ട് ഇന്ന് നിർത്തിയതിൽ ഓർത്തിൽ ഞാൻ കർത്താവിന് I thank God for this opportunity that God has given me this pleasure to stand as a family in presence of you. Hallelujah. രണ്ട് പ്രാവശ്യം മെൽബണിൽ വന്നിട്ടുണ്ട് ഞാൻ. Last 2 times I had come to Melbourne. പക്ഷെ ഒറ്റയ്ക്കായിരുന്നു അന്ന് വന്നത്. I was alone. പക്ഷെ ഈ പ്രാവശ്യം കർത്താവ് അതൊന്നുകൂടെ നീതിയായി കാണിച്ച് ഞങ്ങളെ കുടുംബമായി ഈ രാജ്യത്തോട്ട് വിടുവാൻ സഹായിച്ചു. This third time he has actually brought us together as family, and thank God for that. ഇതിലെല്ലാം ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. കർത്താവിന്റെ കൃപ കൃപ കൃപ. It is only the mercy of God and mercy of God. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയ്, സാമുവൽ, സിസ്റ്റർ ആനിമാമ, സഭയാം തോട്ടത്തിൽ കൂടെ ഇങ്ങനെ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ കർത്താവ് എന്ന ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് നന്ദി. I thank God for Pastor Roy and Pastor Auntie and the opportunity to be here and they working on this church. പ്രിയ പാസ്റ്റർ അമ്മാമ്മയും എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും നല്ലോണം അറിയാം. Pastor Uncle and Pastor Auntie, her parents know them very well. എൻ്റെ മാതാവും പിതാവും വളരെ സ്നേഹിക്കുന്ന ചില പാസ്റ്റർമാരിൽ ഒരു പാസ്റ്ററാണ്, പാസ്റ്ററും കുടുംബമാണ് റോയ് പാസ്റ്റർ. This family is someone who is very beloved to her parents. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ മാതാവിനെ പിതാവിനെ ഈ രാജ്യത്ത് കർത്താവ് ഉപയോഗിച്ചു. In the past time, parents were actually used in this country. ഇന്ന് കൃപയാൽ മക്കളായ ഞങ്ങൾക്കും ഈ രാജ്യത്ത് വരുവാൻ കർത്താവ് സഹായിച്ചു. Today, as kids or children, we are able to come here as well. ഇത് ഈസിയായ കാര്യമല്ല. This is not an easy one. ഇത് ഇവിടെ പല പ്രോസസ്സ് കൂടെ കടത്തി വിട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കി കൊണ്ടുവന്നത്. It is through a lot of processes that we have to go through before we come here. Hallelujah. Hallelujah. എല്ലാ മഹത്വം എൻ്റെ കർത്താവിന്. All glory be to the Lord. Hallelujah. ഇന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട് കർത്താവ് നമ്മളോട് സംസാരിക്കും? How many of you believe that God will talk to you today? നമ്മൾ പല വോയിസസ് കേൾക്കുന്നതിന്റെ നടുവിലായിരിക്കുന്നു. We are in a place where we hear a lot of different voices. ആ പല ശബ്ദങ്ങൾ പല രീതിയിൽ നമ്മളെ ഡ്രെയിൻ ചെയ്യും. There are multiple voices which will drain you in many other ways. എന്നാൽ ഇന്ന് നമുക്ക് ഒരു ശബ്ദം മതി. But today we need only one voice. And that is enough to fill us. അത് നമ്മളിനെ നിറയ്ക്കാൻ മതിയായതാണ്. Hallelujah. ഒരു ശബ്ദം. That one voice. പല ശബ്ദം കേട്ട് നമ്മൾ പേടിച്ച് ഭയപ്പെട്ട് നമ്മൾ ഡ്രെയിൻ ഓഫ് ആയി പല രീതിയിൽ നമ്മൾ chaos ആയി ഡൗട്ട് അടിച്ചിരിക്കുമ്പോൾ, when a lot of voices come and actually drain us out and they create chaos in our minds, ഇന്ന് കർത്താവിനോട് പറയാം, അപ്പാ അങ്ങയുടെ ഒരു ശബ്ദം മതി എനിക്ക്. ആ ശബ്ദത്തിൽ നിന്ന് കേട്ടുന്ന ബലം മതി എനിക്ക് ഒരാഴ്ച ജീവിക്കുവാൻ, എനിക്ക് മുന്നോട്ട് ഫോക്കസ് ചെയ്യുവാൻ, എനിക്ക് കൃപ കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ expectant മൈൻഡോടെ നമ്മുടെ ഹാർട്ടോടെ നമ്മളായിരിക്കുക. Let's be in an expected mind that God, I need that one voice which would actually direct me, give me that confidence and that direction. Hallelujah. Hallelujah. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചിന്ത 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യത്തിലോട്ട് നമുക്ക് പോകാം. Blessed be the Lord and Father of our God, Lord Jesus Christ, the Father of mercies and God of all comfort. Hallelujah. Hallelujah. ഇവിടെ എഴുതിയിരിക്കുന്നു, മനസ്സലിവുള്ള പിതാവും A Father who is merciless. സകല ആശ്വാസം. എന്തോ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് മലയാളത്തില്? ആശ്വാസവും നൽകുന്ന. ഹല്ലേലൂയ. മനസ്സലിവുള്ള പിതാവും സകല ആശ്വാസം തരുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. We are in the presence of God who is merciless and a God of all comfort. ആദ്യം ദൈവജനമേ, ഇന്ന് നമ്മൾ നമ്മുടെ ആത്മാവിനോട് നമ്മുടെ ഹൃദയത്തോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മൾ വിളിക്കുന്ന അപ്പൻ മനസ്സലിയുന്നവനാണ്. Let's ensure that we call upon and tell that our Father is a Father who is merciless. സാഹചര്യം വരുമ്പോൾ പല രീതിയിലും നമ്മൾ ഡൗട്ട് ആവും. When it comes to circumstances, there could be a lot of doubts that comes into our mind. നമ്മൾ ആ ഒരു പോയിന്റിലും വരും, കർത്താവിന് പോലും എന്നോട് ദയയില്ല. We might come to a point when we will tell, does not God have mercy upon me? കർത്താവ് പോലും എന്നോട് മനസ്സലിയുന്നില്ല. Will God not have mercy on me? എന്തിനു ഞാൻ ഇതിൽ കൂടെ കടന്നു? Why am I going through this? പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉപവാസത്തിന്റെ 2-ാമത്തെ ദിവസം ഈ പൽക്കാലം പറയുന്നു, നമ്മുടെ ദൈവം കുഞ്ഞേ ഞാൻ മനസ്സലിവുള്ളവനാണ്. In the second day of the fasting prayer, God is telling you, my dear child, I am someone who is merciless. ഞാൻ നിന്നോട് മനസ്സലിഞ്ഞാൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. If I become merciful on you, I will ensure that I take care of ഞാൻ you. നിന്നെ ആശ്വസിപ്പിക്കും. I will take care of you. നീ ഏത് വിഷയത്തിന് മുൻപിൽ
മുമ്പിലാണ് ആശ്വാസമില്ലാതിരിക്കുന്നു, അവിടെ ഞാൻ എന്റെ ആശ്വാസത്തെ പകരും. In the place where you feel that you have no way out, that is where I will give you that peace. ഇന്നൊരു ആശ്വാസത്തിന് വേണ്ടി ആയിരിക്കുന്നു. Are you here to get that comfort? ഒരു ആശ്വാസത്തിന് വേണ്ടി നീ തിരയുന്നുണ്ടോ? Are you searching for that comfort? ആദ്യമേ ചിന്തിക്കുക, മനസ്സലിയുന്ന പിതാവിന്റെ അരികിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. Understand that you are in front of God who is merciful on you. Hallelujah. മനസ്സലിഞ്ഞാൽ എനിക്ക് ആശ്വാസം കിട്ടും. If God actually puts mercy, you will have comfort. അപ്പന്റെ ആശ്വാസത്താൽ എന്നെ നിറയ്ക്കും. God will actually fill you with his mercifulness in your life. എന്തിനാ അപ്പൻ എന്നെ ആശ്വസിപ്പിക്കണം? Why should he be merciful on us or comfort us? എന്തിനെന്നെ ആശ്വസിപ്പിക്കണം? Why should he comfort us? എനിക്ക് കുറച്ച് അപ്പത്തെ ആ സ്ട്രഗിൾ മാറി പിന്നെയും ശങ്കരൻ തെങ്ങയിലോ? For you to actually just take care of the current situation and get back to where you were? എന്തിന് മനസ്സലിയുന്ന പിതാവ് എന്നെ നിങ്ങളെ നമ്മുടെ ആ കുഴി എന്ന സാഹചര്യത്തിൽ പൊക്കി നമ്മളെ ആശ്വസിപ്പിക്കും? Why should a merciful God actually pick you up from that depth that you are in and give you comfort? പൗലോസ് അപ്പോസ്തലൻ വെളിപ്പാടോടെ പറയുന്നുണ്ട്. That is what Paul is actually telling here. നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച ആശ്വാസത്താൽ നിങ്ങൾ മറ്റുള്ളവരെ, ദുഃഖത്തിലായിരിക്കുന്നവരെ, ക്ലേശത്തിലായിരിക്കുന്നവരെ ഒരാശ്വാസം പകരാനാണ് കുഞ്ഞെ നിന്നെ വെച്ചിരിക്കുന്നത്. The reason God is actually going ahead and giving you comfort is to ensure that you are able to share that comfort to others who are struggling. 7 വർഷം മുമ്പ് all of a sudden മാതാവും പിതാവും കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്തിട്ടാണ് വലിയൊരു ബാക്കാ താഴ്വരെ കൊണ്ട് ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. 7 years ago, when father and mother were actually working in the ministry, is when they had to go through a lot of struggle. Especially എന്റെ മമ്മിയെ കർത്താവ് ഈ രാജ്യത്തിന്റെ ഫ്ലാഗ് കാണിച്ച് ഇവിടെ കൊണ്ടുവന്നു. And her mother actually came here looking at the flag of this particular country. God showed it in a vision. God showed it in a vision to her. കർത്താവ് ദർശനത്തിൽ കാണിച്ചു. അന്നേരം ഞങ്ങൾക്ക് അറിയത്തില്ല. ബ്ലാക്ക് സ്വാൻ വെച്ച ഒരു ഫ്ലാഗ് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ രാജ്യത്തോട്ട് ദൈവം നിങ്ങളെ കാല് കുത്തിപ്പിക്കാൻ പോവാ. God actually showed the vision with a black swan flag telling that you are going to step into this country. ഈ വൈറ്റ് സ്വാൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് സ്വാൻ ആദ്യമായിട്ടൊക്കെ. White swan is something that I've seen, but black swan is something I've never seen. നമ്മൾ വിചാരിച്ചത് എന്തുവാ കർത്താവേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഉള്ള ഗൂഗിളിലെ ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജ് എല്ലാം തപ്പു. അവസാനം പോയി നോക്കിയപ്പോ ദാണ്ടടാ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് ആണ്, ബ്ലാക്ക് സ്വാന്റെ ഫ്ലാഗ്. And we searched all the internet, all the pages, but then at last we found that was Western Australia's flag. കർത്താവ് പറഞ്ഞു, ആ രാജ്യത്തെ നിങ്ങളെ കാല് കുത്തിപ്പിക്കും. കർത്താവിന്റെ ചില വേല ചെയ്തെടുക്കാനുണ്ട്. God said that I will make you stand in that particular place. There is some work needs to be done there. പരിചയക്കാർ ആരുമില്ലായിരുന്നു. കർത്താവ് അത്ഭുത രീതിയിൽ മാതാവിനെയും പിതാവിനെയും ഈ രാജ്യത്ത് കൊണ്ടുവന്നു. There was no one who we knew, but the parents were able to come into this country. അങ്ങനെ പല പ്രാവശ്യം വന്ന് മിനിസ്ട്രി കഴിഞ്ഞ് പോയി. അങ്ങനെ 2019 പോകാനുള്ള ടൈം 6 ദിവസം ബാക്കിയായിരുന്നപ്പോഴാണ് പെട്ടെന്ന് മമ്മി കൊലാപ്സ് ആയി, ബ്രെയിൻ ഹാമറേജ് ആയി വീണത്. And that was when multiple times they were able to come to this country in 2019 when they were about to go for few more days left to go back home. That is when she actually fell and got that brain damage. സത്യം പറഞ്ഞ ആ ഒരു ടൈമിൽ ചോദിച്ചു പോയി, അപ്പ എന്തിന് ഈ അന്യനാട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പണി വേണം? At that time we questioned God, telling why in this foreign land I had to come and go through all of this. കൺട്രി എക്സിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ പോയിട്ട് വെല്ലൂർ അടുത്ത് CMC അവിടെ ചെന്നിട്ട് ഇതാകായിരുന്നു. Only 6 more days which was left. I could actually go back to the country, and if there was something happening, it was Vellore. A lot of things could have been under control. ചില സമയത്തുണ്ടല്ലോ കർത്താവിന്റെ കാര്യം നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. Sometimes what God is doing is something which our brain does not recognize. നമ്മുടെ ബുദ്ധിക്ക് മേലുള്ള കാര്യങ്ങൾ It is beyond our thinking. മാനസികമല്ല, ചിന്തിക്കാലോ. ഈ 6 ദിവസം കഴിഞ്ഞ് അവിടെ വെല്ലൂർ ചെന്നിട്ട് ഇതൊന്നാണെങ്കിൽ എന്ത് കൺവീനിയന്റ് ആയിരുന്നു. ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസും ഇല്ല, ഒന്നുമില്ല. വല്ലാത്ത ഒരു ആപ്പിലാണല്ലോ പെടുത്തിയത് ഞങ്ങൾ. We fell into such a terrible situation. There was no medical insurance. There was only 6 more days to go. If it was in Vellore, it could have been much more under control. എല്ലാ രീതിയിലും ഭയം ഞങ്ങളെ കേറി പിടിച്ചു. There was fear that actually fell on us. ഒരു സൈഡിൽ നിന്ന് മനുഷ്യന്റെ പല സംസാരങ്ങൾ. There were a lot of conversation from different people around. മറ്റേ സൈഡിൽ
എന്താണ് മരണം മുഖാമുഖം And കാണുന്നു. we can see death in front of us. ഫോർത്ത് ഗ്രേഡ് ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ ചില്ലറ കാര്യം. Fourth grade bleeding is not something ordinary. സംസാരിക്കുന്ന ആ nerve ആ It പൊട്ടിപ്പോയത്. is the nerve which actually helps in talking is what was cut. ഡോക്ടർ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ടേബിളിൽ തന്നെ മമ്മി മരിക്കുമെന്ന്. There's a possibility of mom actually giving away her life on the operating table. കാറ്റിനെ കൊള്ള ശാന്തമാക്കിയ കർത്താവ് ഇറങ്ങി വന്നു. The God who actually went ahead and took control of the wind came down. അവിടെ ഇറങ്ങി വന്ന് മാതാവിനെ തൊട്ടു. There he came and he touched her. എവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു 18 ദിവസം വെന്റിലേറ്ററിൽ 21 ദിവസം ഐസിയുവിൽ മൊണാഷ് ക്ലേറ്റൻ മെൽബൺ ക്ലേറ്റൻ ഹോസ്പിറ്റലിൽ കിടന്ന മമ്മിയെ അവിടെ കർത്താവ് ഇറക്കി വന്ന് മമ്മിക്ക് കൈയും കാലും അനക്കാൻ തുടങ്ങി. എവിടെ ഡോക്ടർ പറഞ്ഞു ലൈഫ് ലോങ് പാരലിറ്റിക് ആവുന്നു. Where the doctor said it can be a lifelong paralytic situation. She was in the ICU for multiple days. There God came and touched her and healed her. അന്നേരം 7 ആഴ്ചത്തേക്ക് എനിക്ക് ഇവിടെ വരേണ്ടി വരുന്നു മമ്മിയെ നോക്കാൻ. At that time, to take care of my mother, actually I came for 7 weeks. പല രീതിയിൽ പല ക്വസ്റ്റ്യൻസും എന്റെ മുമ്പിൽ വന്നു. Multiple questions in multiple directions came to me. പല രീതിയിൽ There were many ways. തളർന്നു പോയി. I was weakened. തളർന്നു I പോയി. was weakened. അന്നേരം ബലപ്പെടുത്തിയ ഒരു At വാക്യം that time, what strengthened me was this. Hallelujah. Hallelujah. എന്തിനാണ് നീ ആദ്യം മനസ്സിലാക്കി ഈ വലിയ chaos situation നടുവിലും ഞാൻ നിന്റെ മേൽ മനസ്സലിയുന്ന ദൈവമാണ്. Yeah, God is a God who is actually ready to comfort you in this biggest chaos as well. മനസ്സലിഞ്ഞ് compassion കാണിച്ച് നിന്നെ ഞാൻ comfort ചെയ്യും. He was one who was able to give you compassion and comfort. Hallelujah. 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 എന്റെ മാതാവിനെ കർത്താവ് ജീവനോടെ വെച്ചേ മതിയാവത്തുള്ളായിരുന്നു. Your mother had to keep her alive. എന്താണെന്നറിയോ, ഇന്ന് ഞങ്ങൾ അങ്ങനെ മരണം മുഖാമുഖം കാണുന്നവരുടെ ഇടയിലാണ് സുവിശേഷ വേല ചെയ്യുന്നത്. Because we are standing in the presence of the people who have actually seen her going through that situation. അതുകൊണ്ട് കർത്താവിന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. മാതാവിനെ ജീവൻ കൊടുത്തു വെച്ചേ മതിയാവും. So God did not have any option but to give her that life and to ensure she is the way she is ഇന്ന് today. 7 വർഷമായി മാതാവ് ആരോഗ്യത്തോടെ കർത്താവിന്റെ വേലയിലായി. It's been 7 years and she is actually working in the kingdom of God very well. എവിടെ നമ്മുടെ മൊണാഷ് ഹോസ്പിറ്റൽ പറഞ്ഞു അനക്കത്തില്ല ലൈഫ് ലോങ് പാരലിറ്റിക് ആയെന്ന് പറഞ്ഞെടുത്ത അവിടാണ് കർത്താവ് ഇപ്പൊ എഴുന്നേൽപ്പിച്ച് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി. The Monash Hospital, which said that this is not going to be a pleasant situation, she will never get up in the same place. After 7 years, she is working for the ministry. എനിക്കിന്ന് അറിയത്തില്ല ഡോക്ടേഴ്സ് നിങ്ങളോട് എന്തോ പറഞ്ഞിട്ടുള്ളത്. We do not know what the doctors told you പക്ഷെ till date. ഒരു കാര്യം എനിക്കറിയാം. But I know one thing. എന്റെ ദൈവം എന്തുവാ പറയുന്നത്? What my God tells എന്റെ you. ദൈവം എന്തോ What പറയുന്നത് God എനിക്കറിയാം. tells me. ഡോക്ടേഴ്സ് എന്തും പറഞ്ഞോട്ടെ. Let God, doctors tell anything. പക്ഷെ എന്റെ ദൈവം പറയുന്നു. But my God is ഞാൻ telling, മനസ്സലിവുള്ളവനാണ്. I am who is very merciful. ഞാൻ നിന്നെ കംഫർട്ട് ചെയ്യും. If I am merciful, I will comfort you. എന്നറിയോ, എന്റെ കംഫർട്ട് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ മറ്റുള്ളവരെ ദുഃഖത്തിലായിരിക്കുന്നവരെ നീ അറിയാതെ തന്നെ അവരുടെ അടുത്തോട്ട് പോകും. അവരെ കംഫർട്ട് ചെയ്യാൻ. Because if I give you my comfort, you will go to people who are actually in deep trouble and comfort them as well. Hallelujah. Hallelujah. സഭേ, ഇന്ന് രാവിലെ ഈ ഉപവാസ പ്രാർത്ഥന സമയത്ത് നമ്മളെല്ലാം ഉപവാസത്തിലാണല്ലോ. നമ്മളെല്ലാം ഉപവാസത്തില. ഇന്ന് ഈ ശബ്ദത്തിന് നമ്മൾ കർത്താവിനോട് റെസ്പോണ്ട് ചെയ്യാം. കർത്താവിനോട് പറയാം, അപ്പാ ഞാൻ അങ്ങയുടെ മനസ്സലിവ് ഞാൻ പ്രാപിക്കുന്നു. ഞാൻ അങ്ങയുടെ കംഫർട്ട് പ്രാപിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ഐ ആം സറണ്ടറിങ് ടു ദിസ് വേർഡ്. ഈ വോയിസ് ഞാൻ സറണ്ടർ ചെയ്തിട്ട് ഞാൻ പറയുന്നു, ഐ വിൽ ബി എ കംഫർട്ട് ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ടു ദ പീപ്പിൾ അറൗണ്ട്. Hallelujah. If we are all fasting today in the presence of God, let's ensure that we declare, God, you comfort me because I will be a comforter to others. Hallelujah. Hallelujah. മനസ്സ് അലിവാൻ കർത്താവ് നമ്മളോട് മനസ്സലിഞ്ഞതുപോലെ നമ്മളും മറ്റുള്ളവരോട് മനസ്സലിയുവാൻ, മറ്റുള്ളവർ അവസ്ഥയിൽ കണ്ട് അവരെ കംഫർട്ട് ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. The way God has been merciful to us, in the same way God is actually looking forward for us to be merciful on others, and the way God has comforted us, we comfort others as well. സ്വർഗത്തിന്റെ മഹിമ എല്ലാം വെടിഞ്ഞ് താണിറങ്ങി ഒരു രീതിയിൽ ഡിസേർവ് ചെയ്യുന്നില്ലായിരുന്നു കർത്താവിന്റെ ആ മേഴ്സി. ഒരു രീതിയിൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ലായിരുന്നു കർത്താവിന്റെ ആ ലവ്. ഹല്ലേലൂയ. പക്ഷേ ഇറങ്ങി വന്ന് നമ്മളെ ആ കുഴിയിൽ നിന്ന് എടുത്ത കർത്താവിന്റെ സ്നേഹം. Hallelujah. The way God actually let go everything that he had from heaven, came down to the earth, being merciful to us.
That particular mercy is what we have to think ഇന്ന് about. ആ സ്നേഹത്താൽ കർത്താവ് ചിലവരെ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. With that mercy, God like to cover some of you here. ഇന്ന് ചിലവരെ ഫില്ല് ചെയ്യാൻ God would like to fill some of you here. കർത്താവിന്റെ ആ സ്നേഹത്താൽ കർത്താവ് നിറയ്ക്കാൻ God would like to fill you with that love of His. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് നിങ്ങളെ നിറച്ച് പിന്നെ പുതിയ ആത്മാക്കളുടെ അടുത്തേക്ക് വിടുമെന്ന്? എത്ര പേര് How many of you വിശ്വസിക്കുന്നുണ്ട്? believe that God will fill you and take you to new believers? നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത്, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കർത്താവ് നിങ്ങളെ ആക്കിയെടുത്ത് അവിടെ ചിലവരെ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ റീച്ച് ഔട്ട് ചെയ്യുവാൻ, അവരെ കർത്താവിന്റെ സഭയാ ഈ തോട്ടത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന എത്ര പേര് How many of വിശ്വസിക്കുന്നു? you believe that God will fill you and send you so that you can actually find people in your workplace and other places to bring them here in the presence of God? കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കമ്പാഷനും മതി, ആ ഒറ്റൊരു ക്വാളിഫിക്കേഷൻ മതി. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും മറ്റുള്ളവരെ പുറത്ത് കിടക്കുന്നതിനെ അകത്ത് കൊണ്ടുവരുവാൻ. For the ones who are outside, for them to come in, only the love and grace of God is enough for you. That qualification is good enough for you to do that. Hallelujah. 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 ഒന്ന് കരങ്ങൾ നെഞ്ചത്ത് വെച്ചെന്ന് പറഞ്ഞേ, എന്നെ കർത്താവ് ആശ്വസിപ്പിച്ചിരിക്കുന്നു. Let's actually keep our hand on our heart and tell God, you have comforted us. എന്റെ മനസ്സറിയുന്ന എന്റെ പിതാവ് എന്നെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. Your merciful God has actually comforted me. Hallelujah. Hallelujah. ഒരു വചനം കൂടെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നു, അതും കൂടെ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. അതിന്റെ 1, 2, 3. യെസ്. പാപം ചെയ്തു. യെസ്. ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. Hallelujah. Hallelujah. അവനോ അവന്റെ അമ്മയപ്പന്മാര് പാപം ചെയ്തിട്ടല്ല, പക്ഷെ കർത്താവിന്റെ വർക്ക് അവന് ഡിസ്പ്ലേ ആകാനാണ് അവൻ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്. Neither this man nor his parents sinned, but that the work of God should be revealed is why he has gone through that. Hallelujah. Hallelujah. അതിന്റെ തൊട്ട് താഴത്തെ വചനം 5-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്, while I am in the world, I am the light of the world. 5-ാമത്തെ വാക്യം. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുത്തരം പറഞ്ഞു. അവിടെ യേശു പറയുകയാണ്, ഞാൻ ഇപ്പം ഫിസിക്കലായിട്ട് ലോകത്തിൽ ഇരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഈ ലോകത്തിന്റെ ലൈറ്റ്. Now that I am in this world, I am the light of this world. ശിഷ്യന്മാരോട് സംസാരിക്കുന്ന അപ്പത്തെ ആ ടൈമിൽ പറയുവാണ്, കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കുന്നു, ഫിസിക്കലായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ലോകത്തിന് When he's വെളിച്ചമായി. talking to his disciples, he is telling his disciples, children, I am here in front of you and I am in this world and I am the light of the world. പക്ഷെ ഇപ്പം കർത്താവ് സ്വർഗ്ഗത്തിൽ പോയി. But God has actually gone to heaven now. അപ്പൊ ഇനി ആരാ ഈ ലൈറ്റ് ലോകത്തിൽ റിഫ്ലക്ട് ചെയ്യിപ്പിക്കേണ്ടത്? Now who will actually reflect this light on the face of this world? നമ്മൾ ഓരോരുത്തരോ, പക്ഷെ ചുമ്മാ നിക്കത്തില്ല നമ്മള്. But we are supposed to be it, but are we not just standing there? നമുക്കൊണ്ട് അറിയാം ഇതിനെ പറ്റി, പക്ഷെ നമ്മൾ നിൽക്കാറില്ല. But we know about it, but still we don't stand for it. കാരണം പല സാഹചര്യത്താൽ നമ്മൾ എൻടാങ്കിൾഡ്. We are untangled with multiple circumstances in our life. ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം, അതല്ലയോ സത്യം? Isn't that the reason? Why can't we think about that? പല പ്രാവശ്യം ഈ വോയിസ് വിതിൻ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്, നമ്മൾ എത്ര പ്രാവശ്യം അതിനെ അടിച്ചമർത്തിയിട്ടുണ്ട്. How many times this thought has come to your mind, but still we have submerged that? എത്ര പ്രാവശ്യം അതിനെ നമ്മൾ ഡോണ്ട് കെയർ ആക്കി വെച്ചിട്ടുണ്ട്. How many times we have actually not cared about it? ഇവിടെ ശിഷ്യന്മാരുടെ അടുത്ത്, ഹല്ലേലൂയ, കർത്താവിന്റെ അടുത്ത് ഈ അന്ധനെ കൊണ്ടുവന്നപ്പോ ചോദിച്ചു, ആര പാപ നിമിത്ത ഇവൻ ഈ സഹിക്കുന്നത്? When this blind man came there, the question that came in was, whose sin is the reason why he is blind now? കർത്താവ് പറഞ്ഞു, Jesus said, ആര പ്രോബ്ലം അല്ല, it is nobody's problem. പക്ഷെങ്കിൽ എനിക്ക് ഇവനെ ഒരു ലൈറ്റ് ആക്കി വെക്കാൻ ആഗ്രഹമുണ്ട്. For me, it was a purpose to make him light. ഞാൻ ഇവനെ കണ്ടുപോയി. I have seen him. ഞാൻ ഇവനെ കണ്ടുപോയി. I have just seen him. പക്ഷെ ഇവനെ ലൈറ്റ് ആക്കുന്നതിന് മുമ്പ് Before I make him light, ഇവൻ ഒരു പ്രോസസ്സിൽ കൂടെ പോണം. he has to go through a process. Hallelujah. ആഹാ. Hallelujah. ആഹാ. Hallelujah. ആരെങ്കിലും അങ്ങനെ ഒരു പ്രോസസ്സിന്റെ അനുഭവത്തിൽ കൂടെ ആണെങ്കിലോ, If you are going through that particular ഇന്ന് process, ചിന്തിച്ചോ, think about it. നിന്നെ വെച്ച് കർത്താവ് ചിലതൊക്കെ കാണിക്കാൻ God wants to keep you and show something from നിന്നെ you. വെച്ച് ചിലത് കർത്താവ് ഡിസ്പ്ലേ ചെയ്യാൻ God wants to display few things through you. Hallelujah. Hallelujah. അവിടെ കർത്താവ് പറയാ, കുഞ്ഞെ ഞാൻ എനിക്ക്
ഇരിക്കുന്നോളം ഞാനാ ലൈറ്റ്, ഞാനത് ഉത്തരവാദിത്തം ചെയ്തോളാം. Unless I am here, I am the light and I will do what is required for പക്ഷെ that. ഞാൻ പോയി കഴിഞ്ഞാലോ After I go, നീ അതേക്കാൻ റെഡിയാണോ? are you ready to take the responsibility? പറയും. You can tell yes. പക്ഷെ ശരിക്കും റെഡി ആവണമെങ്കിൽ If you have to really become ഈ ready, പ്രോസസ് കൂടെ you will have to go through this process. Hallelujah. Hallelujah. അങ്ങനെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. Let me tell you one thing. നമ്മളെ മുടിക്കാനോ നശിപ്പിക്കാനോ അല്ല. God has not come to destroy you. ഇപ്പം നേരിടുന്ന ഈ തിരമാല, ഈ ഈശാന മൂലം നമ്മളെ മുടിക്കാനല്ല. The trouble that you're going through today is not to destroy you. അല്ലാന്ന് വെച്ചാൽ അല്ല. If I tell you no, it is no. ഞങ്ങളെ വെച്ച് കർത്താവ് തെളിയിച്ച് കാണിച്ചത്. God will actually prove this for you. Hallelujah. Hallelujah. ഒരു കാര്യത്തിന് കർത്താവിനോട് പറ, കർത്താവേ ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്നോളാം. You must declare one thing. God, I will stand for your name. Hallelujah. Hallelujah. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നോളം ഞാനാ ലൈറ്റ്, ഞാൻ പോയി കഴിഞ്ഞാൽ നീ ലൈറ്റ് കൊടുക്കണം. What Jesus said was, until I am here on the face of the earth, I am the light. But when I go, will you take up that responsibility? നീ എന്റെ സ്നേഹത്താൽ നീ കത്തിയില്ലേ, എങ്ങനെ നീ ലൈറ്റ് കൊടുക്കണം? If you do not burn with my love, then how will you give away light? നീ എന്റെ ആശ്വാസത്താൽ കത്തിയില്ലേ, നീ എങ്ങനെ ലൈറ്റ്? If you do not burn with the comfort that I give you, then how will you become light? നീ ആശ്വാസം പ്രാപിക്കണമെങ്കിൽ അതേപോലെ പ്രശ്നത്തിൽ കൂടെ പോകണ്ടേ. നിന്നെ ഒന്ന് എന്റെ സ്വഭാവത്തിലാക്കണ്ടേ, എന്റെ മൈൻഡിലേക്ക് ആക്കണ്ടേ, എന്റെ ക്യാരക്ടറിലേക്ക് ആക്കണ്ടേ. For me to actually ensure that I give you the comfort that you deserve, will you not have to go through that struggle? Will you not have to go through what you have to go through to get that level of comfort? Hallelujah. Ruba shadiri kala ramala barabos. Rukamala shadiri kala rama. ഇന്ന് കാണുന്ന ഈ പ്രശ്നത്തോട് കൈ ചൂണ്ടി പറ, പ്രശ്നമെന്ന് എത്ര എന്റെ മേലെ കവിഞ്ഞൊഴുകിയാലും ഞാൻ ഭയപ്പെടാൻ പോകുന്നില്ല. Look at that problem that you are in and tell, whatever you do problem, I will not be submerged. സമുദ്രമെന്ന് എത്ര എന്നെ ഭയപ്പെടുത്താൻ നോക്കിയാലും നീ എന്റെ മേലിൽ എന്നെ മുക്കുവാനുള്ള ശക്തി നിനക്കില്ല. Ocean, whatever you show against me, but you will not be able to submerge me. കാരണം എന്നെ കർത്താവ് ഒരു ലൈറ്റ് ഹൗസ് ആക്കിയാ നിർത്തിയിരിക്കുന്നത്. Because God has actually built me as a lighthouse. ഇവിടെ ബദാനിയ ഗ്രാമത്തിൽ പോയവർ ആരെങ്കിലും ഉണ്ടോ? Anybody who's gone to the village of Badamia? മാർത്തയും മറിയം പേഴ്സണലായിട്ട് കണ്ടവരുണ്ടോ? Anybody who has seen personally Martha and Mary? Yeah. ലാസർക്ക് കൈ കൊടുത്തവർ ആരെങ്കിലും ഉണ്ടോ? Anybody who has given hand to Lazarus? പക്ഷെ ഇന്നും But today, ഈ സമയത്ത് ഈ 2025 in 25, at this moment when you're talking, മിക്ക സഹോദരന്റെ വീട്ടിലും നമ്മളിപ്പോ മാർത്തയും മറിയെ പറ്റി പറയുവാ. but now also we are talking about Mary and Martha. എന്താ കാരണം? What is the reason for it? ആ കുടുംബം കർത്താവിന്റെ ആ വർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ Because- അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. Because that particular family allowed themselves to be displayed for the work of God. Hallelujah. നമുക്ക് ആരും അവരെ കണ്ട പരിചയമൊന്നും ഇല്ലല്ലോ. None of us have seen and we're not related to them, പക്ഷെ right? ഇന്നും സിസ്റ്ററെ ആ വചനം ഒന്ന് വായിക്കുമ്പോ എന്തൊരു ആശ്വാസം. But today, when we actually read that verse, how much of comfort comes from it? ചങ്ക് പൊട്ടുന്ന ചോദ്യം മാർത്ത ചോദിച്ചത്, കർത്താവേ അങ്ങ് സ്നേഹിക്കുന്നവൻ ദീനമായി കിടക്കുന്നു കേട്ടോ, ഒന്ന് വന്നേ. You can see that she actually asked, he's not well, can you actually come and help? കർത്താവ് സ്നേഹിക്കുന്നവന് ദീനം വരാൻ പാടുണ്ടോ? Someone who Jesus actually loves, should you have any sort of trouble or sickness? പാടുണ്ടോ? Should that happen? പാടുണ്ടോ? Should that happen? Hallelujah. Hallelujah. കർത്താവ് സ്നേഹിക്കുന്നവനും വരും ദീനം. Even if Jesus loves you, there can be sickness which can come. പക്ഷെ ആരും കാണാത്തൊരു ദൈവ മഹത്വം, ദൈവ പ്രവൃത്തി അവരെ വെച്ച് ചെയ്യാനാണ് കർത്താവ് അവരെ ഹാൻഡ് പിക്ക് ചെയ്ത് എഴുന്നേൽപ്പിച്ചത്. The reason God actually handpicks them is to show them or something which nobody has seen ever. ഇന്ന് എനിക്ക് ലൈറ്റ് ഹൗസ് ആവാൻ ഇഷ്ടമാ. Today I would like to become lighthouse, പക്ഷെ എന്നെ ഹാൻഡ് പിക്ക് ചെയ്യല്ലേ. but do not handpick me. Hallelujah. Thank you.
എന്താണ് നമ്മുടെ മെന്റാലിറ്റി? What is the mentality that we ഇത് have? പരിശുദ്ധാത്മാവ് നിങ്ങൾ എതിരിടുന്ന ആ അവസ്ഥയ്ക്ക് ഏറ്റ ട്രീറ്റ്മെന്റ് കർത്താവ് തരുന്നത്. God is giving you the exact treatment that is required for you. 40 വർഷമായി മാതാപിതാക്കൾ കർത്താവിന്റെ വേല ചെയ്തിട്ട് 23 വർഷത്തിന് ശേഷമാണ് ഏക സന്താനമായ എന്റെ സഹോദരനെ കർത്താവ് കയറി പിടിച്ചേ. When it comes, it was around 40 years that the parents were actually working in the ministry, but it was only 23 years ago when he was actually called for the ministry. My brother. Brother for the ministry. Okay. Praise the Lord. Hallelujah. വളരെ സ്മൂത്ത് ആയിട്ടുള്ള മിനിസ്ട്രി ചെയ്തുകൊണ്ട് വരുമായിരുന്നു മാതാവും പിതാവും. Parents were doing a very smooth ministry. പക്ഷെങ്കിൽ കർത്താവിന് അവരെ ഒരു ലൈറ്റ് ഹൗസ് ആക്കാൻ, പിന്നെയും ശക്തമായ ഒരു ലൈറ്റ് ഹൗസ് ആക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. God wanted to make them a stronger lighthouse. ആ ലൈറ്റ് ഹൗസ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്നറിയോ? And what did he do to make them the lighthouse? കേരളത്തിൽ ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. There were a lot of pastors in Kerala. പക്ഷെ എന്റെ പപ്പയും മമ്മിയും കർത്താവ് ഹാൻഡ് പിക്ക് ചെയ്തു. But parents, father and mother was handpicked. എന്റെ മാതാവിനെ പിതാവിനെ ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് ഹാൻഡ് പിക്ക് ചെയ്തു. Really, he wanted to pick this family. 12ാം ക്ലാസ്സിൽ പഠിച്ച മോനെ ഒരു വലിയ ക്യാൻസറിന്റെ അവസ്ഥയിലൂടെ കടന്നുകൊണ്ട് വന്നു. Her brother, who was actually in the 12th standard, did go through the cancerous. പഠിക്കാൻ മിടുക്കൻ. He was very brilliant. കാണാൻ സുന്ദരൻ. He was looking very smart. ഓ മിനിസ്ട്രിക്ക് എല്ലാം കൈത്താങ്ങലായിരുന്ന പയ്യൻ. He was someone who was very instrumental in music. എല്ലാ രീതിയിലും അയ്യോ ക്യാൻസർ വന്നതോടെ ആ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ. The moment he got cancer, everything got shut down. അങ്ങനെ 2000 ഓഗസ്റ്റ് 25-ാം തീയതി ഞങ്ങൾ വെല്ലൂർ CMCയിലേക്ക് വണ്ടി കയറുന്നത്. And that is when they go to CMC Vellore. Hallelujah. Hallelujah. എല്ലാം തകർന്നു എന്ന് വിചാരിച്ചു. That is when we thought everything is destroyed. ഈവൻ CMCയിലെ ഡോക്ടേഴ്സും പറഞ്ഞു ഡെഡ് ബോഡി കൊണ്ടുപോകാൻ റെഡി ആയിക്കോ. CMC doctors said, be ready to take the dead body. എന്റെ പിതാവ് ചോദിച്ചു, കർത്താവ് ഞാൻ ഇങ്ങനെ ഈ വചനം എടുത്ത് യേശു വിശ്വസ്തനാ, യേശു സൗഖ്യദായകനാന്ന് എങ്ങനെ പ്രസംഗിക്കും? അതിനുള്ള കറേജ് എവിടെ കിട്ടും? How will I get the courage to actually display this word that you are the one who actually takes care of sickness, who takes care of things? How will I do this is what the question father had. God who actually made sure that the bitter was taken care. The one who actually got Lazarus back to life. God came down to the bedside of the brother. I am one who will make you, or who will heal you, you will not die. And the moment he heard that voice, he got up from the bed. He actually raised both of his hands and thanked God. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ നോക്കിയപ്പോ ഹല്ലേലൂയ ക്യാൻസർ അവന്റെ ബോഡിയിൽ ഇല്ല, മരുന്നുകളെല്ലാം ചുരുക്കി. When it comes to him, he goes back to the doctor, he actually tests him and no cancerous aspect is there. 24 വർഷമായി. Now it is 24 years. He is actually doing well right now. What about that? That is when we stepped into Vellore. Then we have not gone back to Kerala. With reference to ministry, we not go back to settle. CMC hospital North Indian patients, cancer patients, God actually gave the ministry for them to actually be in Vellore, that CMC hospital, for the people who are coming there from North India who have cancer disease, to ensure that you work in their mess. CMC hospital around 9,000 patients in CMC hospital in one day there are 9,000 patients who come down. 7,000 patients North India 7,000 of them are coming only from North India. കൃപയാൽ ആ ക്യാൻസർ പേഷ്യൻസിന്റെ ഇടയിൽ മിനിസ്റ്റർ ചെയ്യുവാൻ, അവരോട് സുവിശേഷം പറയുവാൻ, അവരെ ആ മരണക്കടക്കയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ജീവൻ നൽകുന്ന ഒരു ദൈവ തമ്പുരാനുണ്ട്, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ഒരു സർവശക്തനുണ്ട് എന്ന് ധൈര്യത്തോടെ ചെന്ന് പറയുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. God has helped us to actually minister in their midst for this particular patients who are actually sitting in the deathbed, to tell them there is a God who's living and there
who's actually able to cure you. എങ്ങനെ ആ ധൈര്യത്തോടെ പറയാൻ പറ്റുന്നു? How am I able to do that with courage? കാരണം ഞങ്ങളുടെ മരണക്കിടക്കയിൽ, ഞങ്ങളുടെ രോഗക്കിടക്കയിൽ ഞങ്ങൾക്ക് മനസ്സിലായി യേശുവിന്റെ വേറെ ഒരു ഫേസ്, യേശുവിന്റെ വേറെ ഒരു എന്താ പറയുക സ്വഭാവം ഞങ്ങൾക്ക് റിവീൽ ചെയ്ത് കിട്ടി. Because we were able to go through that and give that testimony that in the deathbed as well, we were able to see a different face of Jesus. Hallelujah. ഇതുവരെ ആർക്കും മനസ്സിലാവാത്തത്. Some face which nobody has understood. ഞങ്ങൾ ഈ ഓസ്ട്രേലിയ വന്നേ പിന്നെ ഞങ്ങൾക്കറിയത്തില്ല, ഒത്തിരി ക്യാൻസർ പേഷ്യൻസിന്റെ അടുത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. After we came to this particular country, at lot of places we were able to go and pray for people who are at cancer. നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിൽ ചെയ്യുന്നത് തന്നെ കർത്താവ് ഇവിടെയും കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചു. What we are doing in North India is exactly what we are doing here as well. അവരെല്ലാം മരണം മുഖാമുഖം കണ്ട് അറിയാമല്ലോ ഇവിടുത്തെ ആൾക്കാർ ഒരു കുറച്ച് കാറ്റ് അവിടെ കൂടെ പോയാ പിന്നെ പോയല്ലോ, അവരെ കാറ്റ് വല്ലം പോയല്ലോ. പക്ഷെ അവരുടെ മുമ്പിൽ ചെന്ന് നോ, യേശു ഉണ്ട്, വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക, കർത്താവ് നിങ്ങൾക്ക് ജീവൻ തരും, ജീവനുള്ള സാക്ഷിയായി ഞങ്ങളെ അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. God was able to use us in front of the people here as well who are very sensitive even for the smaller things. God has used us in this country as well. ഇവന്റെ മാതാപിതാക്കളുടെ പാപമല്ല. It is not him or his parents' sin. ദൈവപ്രവൃത്തി. It is the work of God. ദൈവപ്രവൃത്തി ഡിസ്പ്ലേ ചെയ്യാൻ. It is for to display God's work. എല്ലാരും ഒന്ന് പറഞ്ഞേ, എന്റെ ജീവിതത്തിൽ, in my life. ഒന്ന് കരം നെഞ്ചത്തോട് വെച്ച് പറയും. Put your hand onto your heart and tell, in my life. എന്റെ ജീവിതത്തിൽ, in my life. കർത്താവിന്റെ വർക്ക് ഡിസ്പ്ലേ ആകണം. For God's work to be displayed. Hallelujah. എന്റെ ഉള്ളിൽ വർക്ക് നടക്കും, അത് ഡിസ്പ്ലേ ആകുമ്പോൾ ലോകം കാണും. In me there will be a work that will happen, and when it becomes displayed, the world will see that. ഇന്ന് ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ദേവദാസൻ പറഞ്ഞല്ലോ, കർത്താവ് പ്രിയ സിസ്റ്ററിന്റെ മാതാവിന് സൗഖ്യം കൊടുത്തു എന്ന് എങ്ങനെ ദേവദാസന് പറയാൻ പറ്റി? How was pastor able to tell that mom's disease or mom's illness was actually cured today? അനുഭവം ഞങ്ങൾക്കുണ്ടായി. Because there was a experience that we went through. പക്ഷേ അത് റിഫ്ലക്ട് ചെയ്തു എല്ലാവർക്കും. But that got reflected to all. Hallelujah. അനേകർക്ക് ആശ്വാസം കിട്ടാൻ. Too many to become comfort. അനേകർക്ക് ആശ്വാസം For കിട്ടാൻ. many to be a comfort. അനേകർക്ക് ആശ്വാസം To കിട്ടാൻ. become a comfort to many. നിങ്ങൾക്ക് കിട്ടിയ ആശ്വാസത്താൽ, With the comfort that you have received. കർത്താവിൽ നിന്ന് കിട്ടിയ ആശ്വാസത്താൽ, The comfort that you got from God. ദുഃഖത്തിലായിരിക്കുന്നവരെയും കൂടെ For ആശ്വസിപ്പിക്കുവാൻ. people who are actually in trouble, to comfort them as well. അങ്ങനെയാണ് കഷ്ടം നല്ലതാണോ? So he is going through situations a bad thing. നല്ലതാ. Yes, it is. As it is good to go through it. It's good to go through it. സഭേ, എൻഡ് റിസൾട്ട് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. End result is something that we have got before. ഞാൻ മരിക്കയില്ല, I will not die. ജീവനോടിരുന്ന് Being alive. കർത്താവിന്റെ സാക്ഷിയോ. I will become എൻഡ് റിസൾട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലാ. that result is already being given to you. ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. Then you don't have to worry about that result. डॉक्टर मेल डॉक्टर का रिपोर्ट हमारे पास है. Doctor's report is with us today. ഡോക്ടറിന്റെ മേലിൽ കിടക്കുന്ന ഡോക്ടറുടെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുള്ളത്. The report which is above the doctor is the report that we have. പക്ഷേങ്കിൽ ഈ പ്രോസസ്സിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് ഇമ്പോർട്ടന്റ്. But through this process, what are the commitments that we take is important. കർത്താവ് നോക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് എന്താ പറയാ ആ പത്തായത്തിൽ വന്ന ആ എലിക്ക് ചാടിപ്പോണെന്ന് പോലെയുള്ള അവസ്ഥയാണോ? Are you in a situation where you got into the situation, you want to just jump out of it? എനിക്ക് ഈ കഷ്ടത്തിൽ പെട്ടെന്ന് പാറിപ്പോയി പിന്നെ എന്റെ പഴയ ജീവിതം അങ്ങനാണോ? അതോ നോ, ഈ കഷ്ടത്തിൽ എനിക്ക് സഹായമായി നിന്ന, എന്നോട് മനസ്സലിഞ്ഞ, എനിക്ക് ആശ്വാസം പകർന്ന കർത്താവിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്റെ ഡ്യൂട്ടി എന്നുള്ള തീരുമാനം എടുക്കുന്നതാണോ? Or you want to actually jump out of that situation, or do you want to be in the situation and tell the comfort that I got from God is something which I would like to reflect to others as well? അങ്ങനെയാണെങ്കിൽ പ്രശ്നം എത്ര വന്നോ നമുക്കൊരു ധൈര്യം കിട്ടും അതിനെ നേരിടാൻ. How much of a big the problem that you get, but God will strengthen you. മൂന്ന് മരണകരമായ വിഷയങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയി. There are 3 things which could have put us to a deathbed that moved away. എന്നാൽ ഈ മൂന്ന് ഡെഡ് ബോഡി മരണകരമായ വിഷയങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് കർത്താവ് കാരണമാക്കി. And all of these 3 movements that actually went through us, which could have death could have experienced, is something which God took away. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ആശിക്കാൻ വകയുണ്ട്. And today we have
a reason to talk about ഇന്ന് it. കർത്താവിനോട് പറയുക, കർത്താവേ ഞാൻ അങ്ങയുടെ ആശ്വാസം അനേകർക്ക് പകരുവാൻ, God, for me to actually ensure that I share the comfort you give. അങ്ങയിൽ നിന്ന് ലഭിച്ച ആശ്വാസം മറ്റുള്ളവർക്ക് The പകരുവാൻ, comfort that you gave me so that I can share it with others. അതേപോലെ അങ്ങയുടെ വർക്കിന് ഡിസ്പ്ലേ ആയി നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. For your work to be displayed through me, I submit myself for Lord. അങ്ങനാണെങ്കിൽ അപ്പന്റെ ഹൃദയം തൊടുന്ന കാര്യമായിരിക്കും നമ്മൾ ഈ ഭൂമി ചെയ്യുന്നത്. Then you will be doing only the things that would actually touch the heart of കർത്താവ് God. പറഞ്ഞു, ഞാൻ ഭൂമിയിലായിരിക്കുന്നിടത്തോളം I am the light of the world. What Jesus said was, when I was on the face of the earth, I was the light of this world. ഞാൻ പോയി കഴിഞ്ഞു, Now I've left എന്നാൽ here. ഞാൻ ഇപ്പൊ നിങ്ങളെയാണ് നോക്കുന്നത്. Now I'm looking at each of you. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണ് കർത്താവ് God is നോക്കുന്നത്. actually looking at the church which was saved through his blood. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ സഭ കർത്താവിന്റെ വർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ നിൽക്കണം. The church which has been saved by his blood must actually stand there to display his work. നമ്മുടെ യൂണിയനിൽ we have to stand. We have to stand in our ഓ universities. നമ്മുടെ കോളേജിൽ we have to stand. In our colleges we have to ഓ stand. നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ In our നിൽക്കണം. workplace we must stand. അവിടെ നിൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കർത്താവ് ഉപയോഗിക്കാൻ If തയ്യാറാണ്. you are able to stand there, God is ready to use you. Hallelujah. 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 അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ Let's actually close our eyes. കർത്താവിന്റെ ബാക്കി സമയം വളരെ മനോഹരമായ ഒരു സന്ദേശം നാം കേട്ടുകൊണ്ടിരുന്നു. It was a beautiful message that we heard today. നാം കേട്ട ഈ സന്ദേശത്തിന്റെ സാരാംശം എന്ന് പറയുന്നത്, What is the conclusion or the summary of what we heard today? നാം കടന്നുപോയ പ്രതികൂലങ്ങളിൽ നാം തകരുവാനല്ല, The troubles that we go through is not to destroy us. ആ പ്രതികൂലം എന്റെ പൊസിഷനായിട്ട് മാറുകയാണ്. That becomes a position for us. അതിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ്. That is what I am standing up to. ഹല്ലേലൂയ. Hallelujah. ഇന്നലെ രാത്രി നാം ചിന്തിച്ച ആ മെസ്സേജും എല്ലാം ഒരുപോലെ കണക്റ്റഡ് ആയി വരികയാണ്. The message that we had yesterday night is something which is getting connected right now. കാര്യം നമ്മൾ അതിൽ തകർന്നു പോകാനെ കൊണ്ടല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. God is not willing for us to get destroyed through that കർത്താവ് trouble. ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ പൊസിഷനിൽ നിൽക്കുമ്പോൾ ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും. What God wants to do is when you stand up to your position, whatever he wants to do, he will do it through you. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് ഇന്നലെ പറഞ്ഞ സന്ദേശം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? How many of you remember the word that we shared yesterday? ഓക്കെ, അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ബാക്കിയോട് സംസാരിക്കാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നു. I would like to continue from the message where I left from yesterday. ഇന്നലെ നമ്മൾ വായിച്ചത് 2 രാജാക്കന്മാർ 2 ദിനവൃത്താന്തം 20 അധ്യായത്തിന്റെ 3-4 വാക്യമായിരുന്നു. What we read was 2 Chronicles 20:3 and 4. യഹോശഫാത്തിന് നേരെ കടന്നു വന്ന സൈന്യത്തിന് നേരെ യഹോശഫാത്തും ഒരു ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്ത വിഷയമാണ് നമ്മൾ സംസാരിച്ചത്. Jehoshaphat, when the armies actually came against him, he's actually declaring a fasting there. അവിടെ നമ്മൾ കണ്ടു യഹോശഫാത്ത് തന്റെ സൈന്യത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ താൻ വിശ്വസിച്ചു. What we can see Jehoshaphat has done there is more than actually relying on his army. He actually relied on God. താൻ ദൈവത്തെ വിശ്വസിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുകയാണ്, നീ സ്ഥിരമായി നിൽക്കുക, ഞാൻ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. What he tells is, you stand still, the war is for me. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് താൻ തന്റെ ആത്മീയമായ ആ ഒരു പൊസിഷനിലേക്ക് താൻ കടന്നു ചെന്നു. He is actually able to stand into that position, that spiritual position at ആ that moment. സ്പിരിച്വൽ പൊസിഷനിൽ നിന്നപ്പോൾ ദൈവം തന്നോട് സംസാരിപ്പാനൊക്കെ When he stood in that spiritual position, God started talking to him. നമ്മൾ നമ്മുടെ ആ ഒരു ആത്മീയ സ്റ്റാൻഡേർഡ് സ്പിരിച്വൽ പൊസിഷൻ നിൽക്കുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. When you get into that spiritual standard, that particular position God has given, that's when God starts working in you. ഹല്ലേലൂയ. Hallelujah. അറിയാമോ, ദൈവ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് വലിയ ഒരു വിഷയമാണ്. Listening to the word of God is something extraordinary. ലോകത്തിലുള്ള ഒരു മനുഷ്യനും ദൈവശബ്ദം കേൾക്കാനെ കൊണ്ട് സാധിക്കുന്നില്ല. When the people from this world is not able to hear the word of God, പക്ഷേ ദൈവമക്കളാകുന്ന നമുക്ക് ദൈവശബ്ദത്തെ മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ട്. but we are able to listen to God's word and also experience it. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 39 അധ്യായത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 30 അധ്യായത്തിന്റെ അതിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2-3 വാക്യം വായിക്കാം. No. ഉൽപ്പത്തി Genesis chapter 39 verses 2 and 3. മിസ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി. മതി.
നാം ഇന്നലെ വായിച്ച അതിന്റെ തുടർ ചിന്തകളായിട്ടാണ് നാം ഇത് ഇന്ന് ചിന്തിക്കുന്നത്. What we are doing is to actually continue from the thought that we had yesterday evening. So ഇതിൽ വായിക്കുകയാണ്, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി തീർന്നു. Because God was with him, he was thankful for that. പിന്നെ 3 പറയുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. His master saw that the Lord was with him, and Lord made all he had to prosper in his hand. നമുക്ക് എല്ലാവർക്കും അറിയാം, ജോസഫിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതികൂലം നിറഞ്ഞതായ ഒരു ജീവിതമായിരുന്നു. When it comes to the life of Joseph, it was something which went through a lot of struggle. എന്നാൽ ഈ ഭാഗം വായിക്കുന്നത് എവിടെയാണ്? ജോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴാണ് എഴുതിയിരിക്കുന്നത്? But in this situation, when do you see that it is written that God was with him? അതിന്റെ 37-ാം അധ്യായത്തിലാണല്ലോ ജോസഫിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നത്. We can see in Genesis 37 is where we start reading about Joseph. പക്ഷെ അവിടെങ്ങും യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ കാണുന്നില്ല. In those places you don't see it has been written that God is with Joseph. യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടെന്ന് എഴുതിയിരിക്കുന്ന ഭാഗം അവൻ മിസ്രൈമിൽ വന്നതിന് ശേഷമാണ് ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. We can see that it is written that God has been with him when he is come to Egypt. അവൻ ഈജിപ്തിൽ വന്നു, മിസ്രൈമിൽ വന്നു. അവനെ ഒരു പൊത്തിഫേർ വാങ്ങിച്ചു. ആ വാങ്ങിയ വീട്ടിലാണ് പറഞ്ഞിരിക്കുകയാണ്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. He was actually taken to Egypt. Potiphar actually purchased him, and then there is where it is recognized that God is with Joseph. അപ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ പ്രതികൂലത്തിന്റെ ഘട്ടത്തിലും ആര് കൂടെ ഉണ്ടായിരുന്നു? യഹോവ കൂടെ ഉണ്ടായിരുന്നു. So in every single challenge that he had to go through in his life, who was with him? God was with him. ജോസഫിന്റെ അപ്പൻ ജോസഫിന് ഒരു നല്ല ഒരു കളർഫുൾ ഡ്രസ് വാങ്ങിച്ചു കൊടുത്തു. Joseph's father actually gave him a colorful dress. ആ കളർഫുൾ ഡ്രസ് വാങ്ങിച്ചു കൊടുത്തതുകൂടെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാനൊക്കെ തുടങ്ങി. The moment he received that, from then he started having issues. അതിന് 37:4 പറയുകയാണ്, In 37:4 it is said, ഒരു നിലയെങ്കി അവനെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൻ തങ്ങളെക്കാൾ എല്ലാവരെയും അധികം അവനെ സ്നേഹിക്കുന്നുവെന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. Because they did see that the father actually gave him the tunic with many colors, because of which they did not like it. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. They were not able to talk to him peacefully. ആർക്ക് സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല? Who was not able to talk peacefully to him? ജോസഫിന്റെ സഹോദരന്മാർക്ക് തന്നോട് സമാധാനമായി സംസാരിപ്പാൻ കൂടെ കഴിഞ്ഞില്ല. Joseph's brothers were not able to peacefully talk to Joseph. കാര്യം എന്താണ്? What was the reason there? തന്റെ സഹോദരന്മാരെക്കാൾ അധികമായിട്ട് തന്നെ ആദരിച്ചു. We can see that his father is actually honoring Joseph more than the other brothers. എന്നാൽ ഈ അപ്പനോട് ചോദിക്കുക, യാക്കോബേ നീ എന്തിനാണ് ജോസഫിന് ഇങ്ങനെ ഉള്ള കളർഫുൾ ഡ്രസ് വാങ്ങിച്ചു കൊടുത്തത്? When you ask Jacob his father, why did you buy and give a colorful dress to him? So അദ്ദേഹത്തെ പറയാനുണ്ട്, അവന്റെ ഇളയ പുത്രനാണ്, എന്റെ വാർദ്ധക്യത്തിലെ സന്താനമാണ്, അതുകൊണ്ട് ഞാൻ അവനെ കൂടുതൽ സ്നേഹിക്കുന്നു. He is from my old age, he is my youngest one, that's why I love him a lot. പക്ഷേ എന്താണ് സംഭവിച്ചത്? But what happened there? ഈ കളർഫുൾ ഡ്രസ് ഇട്ടതിന് ശേഷം അവിടെ ഒരു എനിമിറ്റി അവിടെ ഉണ്ടാവുക. The moment he actually wore that colorful dress, the flip side happens. There's a lot of enmity that is with him. Hallelujah. പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. But there's one thing that we have to observe there. അവന്റെ സഹോദരന്മാർ അവനെ പകച്ചപ്പോഴും, when his brothers actually went against him, അവന്റെ സഹോദരന്മാർ അവനെ വെറുത്തപ്പോഴും, when they hated him, ജോസഫ് എവിടെയായിരുന്നു അവിടെ തന്നെ ജോസഫ് നിന്നു. Wherever was Joseph situated or positioned, he was in the same position. ജോസഫ് അവരുടെ സഹോദരന്മാരുടെ പ്രതികാരം ചോദിക്കാൻ വേണ്ടി പോയില്ല. He did not go against his brothers. എന്നാൽ ജോസഫ് അവിടെ ചെയ്യുകയാണ്, അവൻ ആയിരുന്ന ദൈവ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെയാണ്, സ്പിരിച്വൽ സ്റ്റാൻഡേർഡിലാണ് ജോസഫ് നിന്നത്. What we can see Joseph doing is he was right there in the same spiritual standard he was, in spite of his brothers.
others changing their attitude. Hallelujah. Hallelujah. ഈ അപ്പം കൊടുത്ത ഈ നിലയങ്കിയെ അതിന്റെ 24 പറയുന്നു ആ നിലയങ്കി അവർ ഊരിയെടുത്ത് അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. What we can see that the clothing which the father had given, they had actually removed him and put him into the well. See, അപ്പൻ കൊടുത്ത തുണിയെ അല്ലെങ്കിൽ ആ ഒരു കളർഫുൾ ഡ്രസ്സിനെ സഹോദരന്മാർ എന്ത് ചെയ്യാണ്? ആ വെറുപ്പോടുകൂടെ വൈരാഗ്യത്തോടുകൂടെ അവനിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. What we can see there, the brothers actually with anger, they actually stripped that dress out of Joseph. പക്ഷേ പാവ സഹോദരന്മാർക്ക് അവർക്ക് ഒന്നും അറിയത്തില്ല. But these brothers did not know one thing. അവർക്ക് ഈ നിലയങ്കി ഊരിയെടുക്കാനേ അറിയത്തുള്ളൂ. They can only go ahead and strip that dress away. പക്ഷേ ദൈവ സാന്നിധ്യത്തെ ഊരിയെടുക്കുവാൻ അവർക്ക് അറിയത്തില്ല. But they will not be able to remove God's presence from Joseph. ജോസഫിന് അറിയാം ഈ നിലയങ്കി പോയെങ്കിൽ പോട്ടെ. Joseph knows that if this dress goes out of me, let it go. ഈ നിലയങ്കിയിലല്ല, ഈ കളർഫുൾ ഡ്രസ്സിലല്ല എന്റെ റെക്കഗ്നൈസേഷൻ ഇരിക്കുന്നത്. My recognition is not in the dress that I am wearing. എന്റെ റെക്കഗ്നൈസേഷൻ ഇരിക്കുന്നത് ഞാനായിരിക്കുന്ന എന്റെ പൊസിഷനിലാണ്. My recognition is in the position that God has put me. Hallelujah. Hallelujah. ആ ഒരു ആത്മീയ കാഴ്ചപ്പാട് ജോസഫിന് മീതെ ഉണ്ടായിരുന്നു. That was the understanding that Joseph had on him. അതുകൊണ്ട് ജോസഫിന് കളർഫുൾ ഡ്രസ് പോയാലും അവനൊരു വിഷയമേ അല്ല. Joseph was not worried about the colorful dress going from him. ഈ ഡ്രസ് അവനെ ഊരിയെടുത്തിട്ട് നഗ്നനാക്കി അവനെ ഒരു കുഴിയിലേക്ക് ഇടുകയാണ്. They removed that dress, made him naked and put him into that hole. ആ കുഴിയിലൊന്നും അവൻ ഒരു വാക്ക് പോലും അവന്റെ സഹോദരന്മാർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞില്ല. In that hole as well, he did not tell anything against his brothers. ജോസഫേ നിനക്കൊന്നും പറയത്തില്ലേ? Joseph, you can ask Joseph, can't you tell something? സഹോദരന്മാരോട് നിനക്ക് രണ്ട് ചീത്ത വാക്ക് പറയാൻ പറ്റത്തില്ലേ? Why can't you actually scold your brothers from there? ജോസഫ് ഒരു കാര്യം പറയും. One thing Joseph would say, എനിക്ക് പറയാൻ സാധിക്കത്തില്ല. I will not be able to do that. കാര്യം ഞാനൊരു സ്വപ്നത്തിന്റെ ഉടമയാണ്. Because I am someone who is having a dream in my hand. I am carrying with a vision. I am carrying a vision with me. ഞാൻ ഒരു ദർശനത്തിൽ നടക്കുകയാണ്. I am actually going through one vision. എനിക്കറിയാം ഞാൻ ഈ കുഴിയിലാണെങ്കിലും നാളെ ഞാൻ ഈ കണ്ട ദർശനം ഫുൾഫിൽ ആകാൻ വേണ്ടി പോവുകയാണ്. Even though I am in this particular pit hole, there is something which will actually be taken care of me. Hallelujah. നല്ല മാതൃകയായ ജോസഫിനെ നമുക്ക് കാണാം. Joseph was someone which was a good example. ഈ ജോസഫ് തന്റെ ആ സ്പിരിച്വൽ സ്റ്റാൻഡേർഡിൽ താൻ നിൽക്കുകയാണ്. He actually stood in the same spiritual standard he was put in. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതായ ചില വിഷയം വരുമ്പോൾ നാം മാത്രം വിഷമിക്കാറുണ്ട്. When these sort of situations come to our life, how much do we get depressed? ചില സമയത്ത് നമ്മുടെ മേലെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ നമ്മുടെ മേലെ ചള്ളവാരി എറിയും. There are times when for things that you've not done, you have been blamed. ചില സമയത്ത് ചില filthy words നമ്മൾക്ക് നേരെ പറയും. There are filthy words which can actually be said against you. പക്ഷേ ആ സമയത്തേക്ക് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരുപാട് ക്ഷീണിച്ചു പോകും. At that time we become very tired. Hallelujah. Hallelujah. ഒരു കാര്യം മനസ്സിലാക്കണം. One thing that you have to remember. അവരെന്തൊക്കെ പറഞ്ഞാലും അത് ഞാൻ ജസ്റ്റ് കേൾക്കുന്നതേ ഉള്ളൂ. Whatever they say, I just hear that. ഞാൻ ആ കേട്ടതിൽ നിന്ന് ഞാൻ ഒരു കാര്യവും എക്സ്ട്രാ ചെയ്യുന്നില്ല. I will not do anything extra from there. കാര്യം ഞാൻ പോകുന്ന എന്റെ പ്രസൻസ് ഞാൻ പോകുന്ന ആ ദൈവിക പ്രസൻസിലാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. Because in the presence, the God's presence is where I am standing. പക്ഷേ ഈ നിലയെങ്കിൽ ഊരിയപ്പോഴൊന്നും അവനൊരു വിഷമമേ ഇല്ല. He was not unhappy when his clothing was actually removed. ഈ നിലയെങ്കിലല്ല കാര്യം, ഞാൻ നിൽക്കുന്ന എന്റെ പൊസിഷനിലാണ് കാര്യം. He knows that it is not in this dress that there is anything that I have to worry about, but the position in which I am. Hallelujah. Hallelujah. പക്ഷേ ജോസഫിന് പോലും അവിടെ തുറന്നു വായിക്കുമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വെച്ചാണ് പറയുകയാണ് ദൈവം ജോസഫിനോട് കൂടെ നിന്നു. You can see that God was with Joseph. 39 അധ്യായത്തിൽ 3 പ്രാവശ്യം പറയുന്നുണ്ട് യഹോവ അവനോട് കൂടെ ഇരുന്നെന്ന് കാണാൻ സാധിക്കും. In Genesis 39, 3 times it has been told that God is with Joseph. എപ്പോഴാണ് കൂടെ നിൽക്കുന്നത്? When is God with him? ഈ മിസ്രയീമിലെ വീട്ടിൽ വന്നപ്പോൾ യഹോവ കൂടെ ഉണ്ടായിരുന്നു. God was with him when he was in Egypt. അവന് നേരെ ഒരു അക്യൂസേഷൻ ഉണ്ടായപ്പോഴും യഹോവ കൂടെ ഉണ്ട്. When there was an accusation against him in that house, God was with him. അവർ കാരാഗൃഹത്തിൽ വീണപ്പോഴും അവിടെയും യഹോവ കൂടെ ഉണ്ട്. When he was in the prison as well, God was with him. Hallelujah. Hallelujah. ഈ എല്ലാ അവന്റെ ലെവൽ അവന്റെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും These are different circumstances of his life. അവന്റെ സ്പിരിച്വൽ ലെവലിൽ നിന്ന് അവൻ താഴോട്ട് വന്നില്ല. From his spiritual level he did not come down. നമ്മളായിരുന്നെങ്കിൽ What would happen if I was in that situation?
നമ്മളായിരുന്നെങ്കിൽ what will we do? എന്റെ സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു, My brother told me like this. എന്റെ സിസ്റ്റർ എന്റെ സഹോദരി എന്നെ ഇങ്ങനെ പറഞ്ഞു, This sister actually blamed me like this. നമ്മൾ തകർന്നു പോകുമായിരുന്നു. We would actually be depressed or പക്ഷേ ഇവിടെ destroyed. പറയുകയാണ് അവൻ അവിടെ തകർന്നു പോയില്ല. But what we can see here is he was not destroyed from this. You know what is the reason? അവൻ പ്രാപിച്ച ആ ദർശനം. Because what is the vision that he received? ഏത് ദർശനമാണ് നാം പ്രാപിച്ചിരിക്കുന്നത്? What is the vision that you have received? ഹല്ലേലൂയ. നാം എവിടെയാണ് നിൽക്കുന്നത്? Where are we standing? നാം ഏത് സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്? What is the standard in which we are? പറഞ്ഞപോലെ നമുക്കെല്ലാവർക്കും ഒരു ആത്മീയ സ്റ്റാൻഡേർഡ് ഉണ്ട്. Each one of us has a spiritual പൊസിഷൻ നമുക്കുണ്ട്. A spiritual position we have. ആ സ്പിരിച്വൽ പൊസിഷൻ മാത്രമേ നാം നിൽക്കാവൂ. We must only stand in that spiritual position. ഈ ജോസഫിന്റെ ജീവിതത്തെ നാം നോക്കുമ്പോൾ, When you see the life of Joseph, അതിന്റെ 41 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ, in 41 chapter, സോറി, ഈ സാഹചര്യത്തിൽ തന്നെ, ഈ ഒരു ജയിലിൽ കിടക്കുമ്പോൾ തന്നെ, when he was in jail, അവന്റെ ആത്മീയ സ്റ്റാൻഡേർഡ് കുറയുന്നില്ല. his spiritual standard is not getting reduced. നമ്മൾ വായിച്ചെന്താ, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. What we read was God was with Joseph. 40 അധ്യായത്തിൽ വായിക്കുമ്പോൾ, When you see chapter 40, അവിടെ ഈ കാരാഗ്രഹത്തിൽ കടന്ന ജോസഫ് ചില ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ്. the Joseph who is there in this prison is starting to give some interpretation. നമ്മളായിരുന്നെങ്കിലും What would happen to us? എന്റെ കർത്താവേ, ഞാൻ എത്ര നാൾ പ്രാർത്ഥിച്ച ഈ ജയിലിൽ പോകല്ലേ പോകല്ലേ പോകല്ലേ. How many days did I actually cry out to the Lord, don't send me to this jail, O Lord. എന്നെ ഈ പ്രതികൂലത്തിൽ കൂടെ വിടല്ലേ വിടല്ലേ. I prayed, do not send me through this എന്നെ difficulties. രോഗത്തിൽ കൂടെ വിടല്ലേ വിടല്ലേ. Please do not send me into this situation, O Lord. പക്ഷെ ജോസഫ് എന്ത് ചെയ്യുകയാണ്? But what did Joseph do there? ജോസഫ് ഇത് ആഗ്രഹിച്ചതാണോ? Did Joseph actually desire the prison? ജോസഫ് ചോദിച്ചു വാങ്ങിച്ചതാണോ? Did he actually ask for this prison? അവര് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. He never dreamt about that. പക്ഷെ ഒരു സ്വപ്നം കണ്ട കാരണത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. Because he saw one particular dream is why all of this situation he has to go ഈ through. സ്വപ്നം കണ്ടവൻ ചിലപ്പോ ഇങ്ങനെയുള്ള കുഴിയിൽ കൂടെ പോയാ പറ്റത്തുള്ളത്. Sometimes if you actually see this type of dream, then you have to go through this situation. നിന്റെ ലക്ഷ്യസ്ഥാനത്ത് നീ എത്തിച്ചേരണമെങ്കിൽ ചില വീഴ്ചകൾ കൂടെ ഒക്കെ കടന്നു പോകും. If you have to reach the destination, there are few places that you have to fall and get up. പക്ഷെ ആ സാഹചര്യത്തിലും ഞാൻ എങ്ങനെയാ നിൽക്കുന്നത്, അതാണ് ദൈവം നമ്മെ നോക്കുന്നത്. Even in these dark situations, how are you positioning yourself is what is അപ്പോൾ important. ഈ ഒരു ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ, At this situation when he is in the jail, ജോസഫിന്റെ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് കൂടുകയാണ്. Joseph's spiritual standard is actually increasing. എന്താണ് സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് കൂടുന്നത്? What is the elevation in his spiritual standard? അവൻ ദർശനങ്ങളെ വിവർത്തിക്കുക അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുക. He is able to interpret the dreams. അവിടെ നമുക്ക് കാണാൻ സാധിക്കും കപ്പ് ബെയറിന്റെയും മറ്റേ ബട്ട്ലറിന്റെയും അവര് സ്വപ്നത്തെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നുണ്ട്. We can see that he is able to interpret the butler and other dreams as well. അങ്ങനെ ജോസഫ് എത്ര വർഷം ജയിലിൽ കടന്നു? How many years did Joseph stay in the jail? എത്ര വർഷം കടന്നു? 4 വർഷം, 5 വർഷം, 6 വർഷം? ബൈബിൾ അനുസരിച്ച് 2 years plus. According to the Bible, it is more than 2 years. അപ്പോ 2 വർഷത്തിൽ അധികം താൻ ജയിലിൽ കടന്നിട്ടും, Even though he was in the jail for more than 2 years, ആ ഒരു സ്പിരിച്വൽ പൊസിഷനിൽ നിന്ന് അവൻ അല്പം പോലും താപ്പോട്ട് വന്നില്ല. from the spiritual position that he was in, he never dipped himself down. ചിന്തിക്കുന്ന കാര്യമല്ലേ? It's something that you have to think. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ അസുഖം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പാസ്റ്ററെ വിളിച്ച്, പാസ്റ്ററെ എനിക്ക് പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മള് പിന്നെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് കാറ്റ് ബലൂണ് പോലെ അങ്ങ് ആയിപ്പോ. So what we can see is when some circumstances or issues come to us, we actually cry out and we go to the pastor and tell, and we probably lower ourselves. നമ്മളങ്ങ് തകർന്നു പോകുന്നേ. We are destroying ourselves. കാര്യം എന്താണ്? What is the reason for it? നമ്മൾ കണ്ടമാനം ഫ്ലക്ച്വേഷൻ ആവുകയാണ്. Because we are getting fluctuated a lot. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. What does the Holy Spirit want to actually strengthen you with? കഷ്ടങ്ങളിൽ പതറാതെ നിൽക്കുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് God's പറയുന്നത്. presence is when you actually do not get hindered by the trouble. ആരും എന്റെ കൂടെ ഇല്ലെങ്കിൽ തന്നെയും ആ കാരാഗ്രഹത്തിൽ ജോസഫ് വളർന്നതുപോലെ നാം വളർന്നു വരേണ്ടത്.
Even though there was nobody in that particular prison along with Joseph to help him, still the way he actually grew is the way we must grow as well. ഈ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ ലെവൽ കൂടിക്കൊണ്ട് വരികയാണ്. His level was actually increasing when he was in the prison. അവന്റെ ലെവൽ ഇൻക്രീസ് ആയി ഫറവോന്റെ സ്വപ്നത്തെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുക. He was in a position to actually interpret the king's dream as well. ഹല്ലേലൂയ. Hallelujah. 41-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു അവന്റെ ഫറവോൻ കണ്ട ഡ്രീമിനെ അവനെ ഇന്റർപ്രിറ്റ് ചെയ്യുക. He was able to interpret Pharaoh's dream. അപ്പോൾ ദൈവം ഫറവോനോട് ഒരു കാര്യം സംസാരിക്കുകയാണ്. At that time God is speaking something to Pharaoh. 41-42 41-42 ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി ജോസഫിന്റെ കൈക്ക് ഇട്ടു. അവന് നേർമയുള്ള വസ്ത്രം ധരിച്ചു. ഒരു സ്വർണ്ണ സരപ്പിളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീനെന്ന് അവന്റെ മുൻപിൽ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിലൊക്കെ മേലധികാരിയാക്കി. What we can see is Pharaoh took his signet ring off his hand and put it on Joseph's hand, and he clothed him with the garments of the fine linen and put gold chain around his neck, and he had him ride in the second chariot which he had, and they cried out before him, bowed the knee. So he set him over all the land of Egypt. സഹോദരന്മാർ എന്താണ് ഊരിയെടുത്തത്? What did his brothers remove out of him? ഒരു കളർഫുൾ ക്ലോത്ത് A colorful cloth was removed. ഫറവോൻ അവന്റെ മേൽ ഇട്ടത് എന്തൊക്കെയാ? What did Pharaoh actually put on him? നോക്കിയേ, സഹോദരന്മാര് ഒരു അങ്കി ഊരിയെടുത്തപ്പോൾ When one clothing was removed out of him by his brothers, ഫറവോന്റെ മുദ്രമോതിരം അവന്റെ കയ്യിലിടുകയാണ്. you can see that the signed ring is something which Pharaoh is putting on his fingers. എന്ന് പറഞ്ഞാൽ പറയാണ്, ഞാൻ എന്റെ അധികാരം നിനക്ക് തരികയാണ്. That would mean that I'm giving you my authority. എവിടെ സഹോദരന്മാര് പിതാവ് കൊടുത്ത റെക്കഗ്നൈസേഷനെ റിമൂവ് ചെയ്തപ്പോൾ, when the father's recognition was removed by the brothers, ഇവിടെ ഫറവോൻ തന്റെ അധികാരത്തെ തന്റെ മീതെ കൊടുക്കുകയാണ്. you can see Pharaoh is giving his authority over to him. ഹല്ലേലൂയ. Hallelujah. പറയുകയാണ്, അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. We can see that he was given the finest of the garment. അപ്പൻ കൊടുത്ത കളർഫുൾ ഡ്രസ്സിനേക്കാളും ഒരു റോയൽ ആയിട്ടുള്ളതായ ഒരു അങ്കിയെ അവനെ അവിടെ. It was something which was much more higher than the colorful dress that he was given to him, that Pharaoh is giving him right now. Hallelujah. Hallelujah. പിന്നെ വായിക്കുകയാണ്, അവനെ ഒരു സ്വർണ്ണ സരപ്പളി അല്ലെങ്കിൽ ഗോൾഡൻ ചെയിൻ അവനെ ഇട്ട് കൊടുക്കുകയാണ്. He was being given a golden chain. അവന് ഒരു കാര്യം നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ പല കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ആടായിക്കൊണ്ടിരിക്കുകയാണ്. When he lost one thing in the beginning of his life, there are so many things which God is adding into his life today. ജോസഫിന് പറയാൻ പറ്റും, ഞാൻ ഒന്ന് നഷ്ടപ്പെട്ടു, പക്ഷേ ഒന്ന് നഷ്ടപ്പെടാത്ത ഒരെണ്ണം എന്റെ അകത്തുണ്ടായിരുന്നു. When Joseph can tell, I actually lost something, but something which cannot be lost out of me was there with me. സഹോദരന്മാരെ എന്നിൽ നിന്ന് ഒരു കാര്യം ഊരിയെടുത്തപ്പോഴും അവൻ ശ്രമിച്ചിട്ട് ഊരിപ്പോകാത്ത ഒരു ദൈവ സാന്നിധ്യം എന്റെ അകത്തുണ്ടായിരുന്നു. Even though my brothers actually took away my clothing from me, but there was the presence of God which is in me, which cannot be taken away. ആർക്കും എടുത്തു കളയാൻ സാധിക്കാത്ത ആ ഒരു ദൈവിക സാന്നിധ്യത്തില് ഞാൻ എപ്പോഴും ആയിരുന്നു. I was always in the presence of God which cannot be taken away from me. ആ ഒരു സ്പിരിച്വൽ പൊസിഷനെ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്തിരുന്നു. I kept that spiritual position at all the time. ജോസഫിന് പറയാൻ സാധിക്കും, ഇതെന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ. It is not because what I could do, but the mercy of God alone. ദൈവമക്കളെ, ഇന്ന് ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്തിരിക്കുക. There's only one thing that we must remember. ലോകം എന്തെല്ലാം നമ്മളിൽ നിന്ന് ഊരിയെടുക്കാൻ ശ്രമിച്ചാലും, whatever the world tries removing out of us, നമ്മുടെ വീട്ടുകാർ തമ്മിൽ ഊരിയെടുക്കാൻ ശ്രമിച്ചാലും, whatever from our house is trying to be removed, നിന്റെ പൈസ നഷ്ടപ്പെട്ടാലും, if your money is actually taken നമ്മുടെ away ജോലി from you, പോയാലും, if you and your work goes away from you, സ്പിരിച്വൽ പൊസിഷനിൽ നിന്ന് നീ ഒരു കാലത്ത് താപ്പോട്ട് ഇറങ്ങി വരരുത്. you must never come down from the spiritual position that you are in. നീ ആയിരിക്കുന്ന അതേ പൊസിഷനിൽ തുടർന്നാലും നീ അർഹിക്കാത്ത ചിലതൂടെ നിന്റെ മേലെ കടന്നു വരും. If you stand in the same position that God has given you, even if you lose what is there at that moment, God will give you many more. എത്ര പേർക്ക് വിശ്വസിക്കാൻ How many of you can believe that? നീ നിൽക്കേണ്ട സാഹചര്യത്തിൽ നീ നിൽക്കേണ്ട പൊസിഷനിൽ നിന്നാല് നീ അർഹിക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ
മീതെ കടന്നു വരുമെന്ന്. The places that you have to stand, the position that you have to be in, if you stand there, what you do not deserve, God will give you. ഹല്ലേലൂയ. Hallelujah. ഒരു മിനിറ്റ് ആത്മാവിലൊന്ന് പ്രതികരിച്ച് ദൈവത്തോട്. Let's actually ഹല്ലേലൂയ. respond in the spirit. ഏതാണ് ലോകം നിന്നിൽ നിന്ന് ഊരിയെടുക്കാൻ What is ശ്രമിച്ചത്? that the world is trying to remove from you? നിന്റെ അപ്പൻ തന്ന കളർഫുൾ ഡ്രസ്സാണോ Is the ഊരിയെടുക്കാൻ colorful ശ്രമിച്ചത്? dress which your father gave you that is trying, world is trying to remove? അല്ലെങ്കിൽ നിനക്ക് തന്ന ഈ ഭൗതികമായ ജോലി ആരെങ്കിലും ഊരിയെടുക്കാൻ ശ്രമിച്ചോ? Is it your job that the world is trying to take away from you? നിന്റെ ബിസിനസ്സിനെ ആരെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിച്ചോ? Somebody is trying to take away your business. നിന്നെ ശൂന്യമാക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ? Is somebody trying to destroy you നീ അതിൽ completely? നിന്ന് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. You need not be afraid. നീ നിൽക്കുന്ന ആ ഒരു ആത്മീയ തലത്തിൽ നീ നിൽക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള വഴികൾ ദൈവം ചില ഫറവോനിൽ കൂടെ നിന്റെ മീതെ കയറ്റിവിടും. If you are in the standard of spirituality that you are supposed to be in, God will ensure that even from the Pharaoh's authority can take you. Hallelujah. ഇന്ന് പകൽക്കാലം പലരോടുള്ള ദൈവിക ദൂതാണ്. ചിലരുള്ള ദൈവിക ദൂതാണ് ഇന്ന് പകൽക്കാലം. This is what God is giving നീ you നിന്റെ today. പൊസിഷൻ നിൽക്കാമെങ്കിൽ If you are able to stand in ഏത് your position, കഷ്ടതയുടെ തീച്ചൂള നിന്നാലും even if you are in the midst of fire, ചില നന്മകളുടെ നീരൊഴുക്കുകൾ നിന്നെ തേടി കടന്നു വരും. there will be some blessing which will search and come Ori across bara you. bara 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 Hallelujah. shadara gara bara ba lidurata dere bara ba sheri kara bara gimera teri dagala jara rabele dida labele dereya shadara kara bara bara. Hallelujah. Hallelujah. ജോസഫിന് പറയാൻ സാധിക്കും, ഞാൻ എന്റെ പൊസിഷനിൽ ഞാൻ നിൽക്കുകയാണ്. Joseph can say that I am standing in the position God put ആ me in. പൊസിഷൻ നിൽക്കുന്നത് കൊണ്ട് ഞാൻ അർഹിക്കാത്ത പലതും എന്റെ മീതെ കടന്നു Because I am വന്നു. standing in that position, what I am not eligible of is something that I will get. അത് മാത്രമല്ല, ഹല്ലേലൂയ, താൻ അർഹിക്കാത്ത ലെവലിൽ ഫറവോന്റെ രണ്ടാം രഥത്തിലാണ് തന്റെ യാത്ര. And the place which he cannot even think about, in the second chariot of Pharaoh, is where he is sitting now. അതും കഴിഞ്ഞില്ല, പിന്നെ പറയുകയാണ് മുട്ടുകുത്തുവീൻ. And what you can see after that is the voice comes out telling, kneel down. ആരാണ് നീൽ ഡൗൺ ചെയ്യേണ്ടത്? Who is supposed to kneel down there? മിസ്രയീംകാര് നിന്റെ മുമ്പിൽ The entire മുട്ടുമടക്കും. Egypt must actually kneel down in front of you. ഹല്ലേലൂയ. Hallelujah. ഈ ജോസഫ് ആരാണ്? Who is Joseph? അടിമയായി വന്നവൻ. He was a servant. അവനെ അടിമയായി വന്നവനാണ്. He was actually purchased as a slave. ഈ അടിമയായി വന്നവന്റെ മുൻപിൽ അവനാ നിന്ന് ദൈവിക സാന്നിധ്യത്തിൽ ഇന്ന് ആ ദേശം മുട്ടുമടക്കുകയാണ്. The one who actually came in as a slave right here in that particular country, you can see that everybody is bowing down in front of him. ജോസഫിന് പറയാം, Joseph can say, ഞാൻ ആയിരിക്കുന്ന ഈ രാജ്യം മുഴുവനും ഐഡൽ വർഷിപ്പിന്റെ ഏരിയയാണ്. this entire country is a country of idol worship. അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്റെ ഇസ്രായേലിലെ സിസ്റ്റമേ അല്ല. It is not the system of Israel. പക്ഷെ ഒരു സിസ്റ്റത്തിനും കീഴ്പ്പെടാൻ സാധിക്കാത്ത ഒരു ദൈവിക സ്റ്റാൻഡേർഡ് ആയിരുന്നു ജോസഫിന് മേൽ But a ഉണ്ടായിരുന്നത്. system, Joseph was actually in a standard or a system which nobody can surpass. ആ ഒരു ആത്മീയ സ്റ്റാൻഡേർഡ്, That spiritual ആ standard, സ്പിരിച്വൽ പൊസിഷൻ, that spiritual position. ആ സ്പിരിച്വൽ പൊസിഷനിലേക്ക് സഭ കടന്നു വരിക. The church has to move to that spiritual position. നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ എവിടെയാണ് നാം മിസ്സായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. Where are we missing is something that we must realize. അത് മിസ് ആക്കിയ ആ പൊസിഷൻ നാം മനസ്സിലാക്കി കയറി വരുമ്പോഴുണ്ടല്ലോ ചിലതൊക്കെ കൂടെ കടന്നു വരും. When you identify what you have missed and when you actually step into that, few things will come to you. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let's close our eyes.